ഹായ്, ഇന്ന് നമുക്ക് കുമ്പളങ്ങ ഇട്ടൊരു മീൻകറി വെക്കാം. നമ്മുടെ ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നു പോവാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ആദ്യം ഇനി മീൻകറിക്ക് ആവശ്യമായ അരപ്പുണ്ടാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഞാൻ മിക്സിയുടെ ജാറിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് അരഞ്ഞു കഴിയുമ്പോൾ 1/2 ഗ്ലാസും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേ നമുക്ക് അരപ്പ് ശരിക്കും അരഞ്ഞു കിട്ടുള്ളൂ. ഒന്നിച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ തേങ്ങ ശരിക്കും അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചു കൊടുക്കാൻ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ അരച്ചെടുക്കണം. തീരെ അങ്ങ് അരഞ്ഞു പോകണ്ട, ചെറിയ തരിയൊക്കെ കിടക്കണം. ഇപ്പം ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇടാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടാം. ഉലുവ പൊട്ടി തീർന്നിട്ട് വേണം കടുക് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ചെറിയ സവോള അരിഞ്ഞതിടുകയാണ്. മീഡിയം സൈസിലുള്ള ഇഞ്ചി അരിഞ്ഞത്, ഒരു ചെറിയ വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില, 3 പച്ചമുളക്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്കിതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറി അന്നേരം വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ശരിക്കും അങ്ങ് വഴറ്റിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇതോടെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പം ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പിടാം. സവോള ഇട്ട് കുറച്ച് കഴിഞ്ഞ് തന്നെ ഉപ്പിടേണ്ടതായിരുന്നു. ഞാനത് ഇച്ചിരി താമസിച്ചു പോയി. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതും കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയാൽ മതി. ഒത്തിരി ഇട്ട് ഇളക്കിയാൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് അത്യാവശ്യം മാറി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇടാം. ഞാനിവിടെ ഒരു 200 ഗ്രാം കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കുമ്പളങ്ങ ഈ ഒരു സൈസിൽ അരിഞ്ഞെടുത്താൽ മതി. തീരെ ചെറുതാക്കണ്ട, തീരെ ചെറുതാക്കിയാൽ അലുത്തു പോകും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ 3 കഷ്ണം കൊടംപുളി എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കുമ്പളങ്ങ നന്നായിട്ടൊന്ന് വേകട്ടെ, അതുവരെ നമുക്ക് മൂടി വയ്ക്കണം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ കുമ്പളങ്ങ ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കുമ്പളങ്ങ വേകാൻ വേണ്ടി നമ്മളൊരു 10 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അരപ്പൊഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ അരപ്പൊന്ന് നന്നായിട്ട് തിളക്കട്ടെ, നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയാൽ മതി, ഇത്തിരി തിളക്കണ്ട. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇടാം. ഉപ്പൊക്കെ അവനവൻ്റെ ടേസ്റ്റിന് ഇടണം. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം, ചിലർക്ക് ഉപ്പ് കുറവ് വേണം. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാൻ ഇട്ടു. അപ്പോൾ നമ്മളതനുസരിച്ച് ഇട്ട് കൊടുക്കണം. നിങ്ങൾ എരിവും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇത്ര മുളക് പൊടി ഇട്ടത്. ഇത് മതി, നമുക്ക് ആവശ്യത്തിന് എരിവുണ്ട് ഇത്. ഇനി നമ്മുടെ മീൻ കഷ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കണ്ട, ഇളക്കി അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചാറൊക്കെ ചെറുതായിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല.
ഇങ്ങനെ തന്നെ കിടന്നൊന്ന് വേകട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് മതിയാവും ഇത് വേകാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ഈ മീൻകറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻകറിക്ക് ഇങ്ങനെ കുറച്ച് കരിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കുമ്പളങ്ങ ഇട്ട് നിങ്ങളൊന്ന് മീൻകറി വെച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്നിട്ട് അഭിപ്രായം പറയണം. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.